ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സഹായം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് തിരുവനന്തപുരത്തു നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. അവർ പേർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവരുടെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് പ്രിയ ബ്രദറിൻ്റെ ശാരീരികമായി നിൽക്കുന്ന എല്ലാ നിലയിലും പൂർണ്ണമായ ഒരു സൗഖ്യം വെളിപ്പെടേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ പ്രിയ സിസ്റ്ററിനും സൗഖ്യവും അല്ലെങ്കിൽ വിടുതലും സന്തോഷവും വലിയ നിലയിൽ ഈ കുടുംബത്തിന് വെളിപ്പെട്ട് വരേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ പ്രിയ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും മക്കൾ 2 പേർക്കായിട്ട്, പ്രത്യേകിച്ച് മകളിപ്പോൾ മുംബൈയിലായിരിക്കുന്നു, ആ മകളുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് കർത്താവ് ഒരു വലിയ അത്ഭുതം ഈ ദിവസങ്ങളിൽ അവരുടെ കുടുംബജീവിതത്തിൽ അയക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ മകന് ബാംഗ്ലൂരിലായിരിക്കുന്നു, മകന് വേണ്ടിയും അത്ഭുതകരമായ വിടുതലും ഉയർച്ചയും ദൈവം അയക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ കുടുംബത്തിൽ വലിയ സമാധാനം, സന്തോഷം, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇവരിലൂടെ ഇന്ന് കടന്നു പോകുമ്പോൾ, സുവിശേഷത്തിന് വേണ്ടി ഇവരൊരു താങ്ങായി തീരുമ്പോൾ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, യേശു കർത്താവ് കടക്കാരനല്ല, യേശു കർത്താവ് ആർക്കും ബാധ്യതയല്ല. കർത്താവിൻ്റെ കര ഇവർക്ക് വേണ്ടി സൗഖ്യമായി, വിടുതലായി, സമാധാനമായി, സന്തോഷമായി വെളിപ്പെട്ട് വരാൻ പോകുക. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ടെന്ന് വിശ്വസിക്കുന്നു? ആ വിശ്വസിക്കുന്നവർ മുഴുവൻ ഇപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ യേശു കടക്കാരനല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രിയ ബ്രദറിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ ബ്രദറിൻ്റെ ശാരീരികമായി നിൽക്കുന്ന എല്ലാ നിലയിലും സൗഖ്യം അയക്കേണ്ടതിനായിട്ട് കർത്താവെ, ശാരീരികമായി താൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളും വ്യഥകളും ഇപ്പോൾ കർത്താവ് അടിപ്പിണരാലുള്ള സൗഖ്യത്തെ അയച്ച് സൗഖ്യമാക്കുന്നതിനായി നന്ദി. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമെന്ന് ഒരിക്കൽ കൂടെ ഈ കുടുംബം പറയുവാൻ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വെളിപ്പെടാൻ പോകുന്നതിനായി നന്ദി. കർത്താവെ, പ്രിയ സിസ്റ്ററിനെ ഏൽപ്പിക്കുന്നു. അവരെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് മകളുടെ ജീവിതത്തിനകത്ത് വലിയ സന്തോഷവും സമാധാനവും വെളിപ്പെടുത്തണമേ. അവരെ ജോലികളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. അവരെ അനുഗ്രഹിക്കണമേ. അപ്പ യേശുവിൻ്റെ വിലയുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ സംഭവിച്ചതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ ദിവസവും ഈ എപ്പിസോഡുകളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്നെ കേൾക്കുന്നവരെ ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. 2012 മുതൽ അനേക മീഡിയ മാർഗത്തിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. തിരിഞ്ഞു നോക്കിയാൽ വീണു പോകുമെന്നും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്നൊക്കെയുള്ള ഒത്തിരി പ്രതികൂലങ്ങളോടെ ഞാൻ കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് പറയുവാൻ ഇന്നും ഈ വചന സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കാര്യമേ പറയാനുള്ളൂ: എൻ്റെ ദൈവം വിശ്വസ്തനാണ്. കർത്താവ് കരം പിടിച്ച് മുമ്പോട്ട് നടത്തുന്നതിനായിട്ട് ആ നിലയിൽ തന്നെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വ്യക്തമായി എൻ്റെ ഭാഷയിൽ ഞാനിവിടെ വിളിച്ചു പറയുന്നു: ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ വചനം ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുക: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയണം: വചനം ദൈവമാണ്. ആ നിലയിൽ തന്നെ 4-ാമത്തെ വാക്യം പറയുമ്പോൾ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനത്തിനകത്ത് ജീവനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വ്യക്തമായി യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്: ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ വചനം ജീവിപ്പിക്കുന്ന എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഏത് ഇരതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിന് ജീവനുണ്ട്, ഈ വചനത്തിന് ചൈതന്യമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവവചനത്തിനകത്ത് നിൽക്കുന്ന, ദൈവവചനത്തിനകത്ത് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയോ കുടുംബത്തെയോ കണ്ടാൽ ലോകക്കാർക്കില്ലാത്തൊരു ചൈതന്യം ആ കുടുംബത്തിലും ആ വ്യക്തിയിലും കാണും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം ജീവനാണ്. നിങ്ങളുടെ ശരീരഭാഗങ്ങളിൽ എവിടെങ്കിലുമൊക്കെ രോഗം നിങ്ങളെ അവകാശം പറയുന്നുണ്ടെങ്കിൽ ഈ വചനം നമ്മോട് പറയുന്നു: അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ റാഫയാകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ അവൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം
ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരും. ഒന്നുകൂടെ പറഞ്ഞാൽ 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം അയക്കപ്പെടുന്നതാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ നാവിൽ മേൽ തരുന്ന വചനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടുന്നതാണ്. ആ വചനത്തിൻ്റെ ശക്തി അയക്കപ്പെടുന്നതിൻ്റെ പ്രത്യേകത, അയക്കപ്പെടുമ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് സ്വതമേ കയറാൻ കഴിയാത്ത ആ വലിയ കുഴിയിൽ നിന്ന് ഈ വചനം കരകയറ്റും. 2, ഈ വചനത്തിന് നിങ്ങളെയും എന്നെയും സൗഖ്യമാക്കാൻ കഴിയും. ഞാൻ വിശ്വസിക്കുന്നു യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാൻ. ലോകക്കാർ എന്നെ നോക്കി പറഞ്ഞിട്ടുണ്ട് എല്ലാം അവസാനിച്ചു എന്ന്. മെഡിക്കൽ സയൻസ് 2016 എന്നെ നോക്കി പറഞ്ഞിട്ടുണ്ട് സാഹചര്യങ്ങളെല്ലാം വിരോധമാണ്. 2017 ഡോക്ടർ എന്നെ ചെക്ക് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു മുമ്പോട്ട് പോകുന്നത് അസാധ്യമാണ്. എന്നാൽ അവിടെ നിന്ന് ഇന്ന് നിങ്ങളോട് വചനം പറയുവാൻ എന്നെ ദൈവം ബലപ്പെടുത്തുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യേശു ജീവിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് യേശുവിന് അത്ഭുതം ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലുമൊക്കെ ഭാഗം, പ്രത്യേകിച്ച് ഡയബറ്റിക് വന്ന് കാലോ കയ്യോ ഒക്കെ നിർജീവമായി പോയതുപോലെ ഞാൻ ചിലവരെ കണ്ടിട്ടുണ്ട്. ഞാനത് അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഹല്ലേലൂയ. കൈകാലുകൾ മരവിച്ചതുപോലെ അറിയാം, ജീവൻ അറ്റുപോകുന്ന അനുഭവത്തിനകത്ത്. ബൈബിളിൻ്റെ ഭാഷയിൽ മരിച്ചത് എന്ന് പറയുന്നത് നമ്മുടെ നോട്ടത്തിൽ കൈകാലുകൾ കൂട്ടിക്കെട്ടി മൂക്കിൽ പഞ്ഞുവെച്ച ഒരു അനുഭവമാണ്. എന്നാൽ ബൈബിൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം നിർജീവമായി പോയതിനെല്ലാം മരിച്ചത് എന്നാണ് കാണുന്നത്. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ജീവിപ്പിക്കാൻ പറ്റും, നിങ്ങളുടെ ശരീരഭാഗങ്ങളെ ജീവിപ്പിക്കാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. ഒന്നുകൂടെ പറഞ്ഞാൽ 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഈ വചനം ഇന്ന് ചിലവരുടെ പാത തുറക്കാൻ പോവുകയാണ്. കരം പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പോലെ ഈ വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 9 വാക്യം പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, യേശുവിനെ കുറിച്ചാണ് ആ പദം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്ര ഇരുട്ട് കട്ടിയായ നിലയിലാണ് നിൽക്കുന്നെങ്കിലും ഒരു മെഴുകുതിരിയുടെ വെളിച്ചം കൊണ്ട് തീരാനേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലായാൽ നിങ്ങൾ ഇപ്പോൾ മുതൽ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ പാതകളെ നേരെയാക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ആ നിലയിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ വചനം അയക്കപ്പെട്ടതാണ്. വചനം നമ്മുടെ ജീവിതത്തിനകത്ത് നിവർത്തീകരിക്കപ്പെടുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ 147 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്ന അവൻ്റെ വചനം. എന്നെ കേൾക്കുന്നവരെ, വചനം വേഗത്തിൽ ഓടുന്നതാണ്. ഏത് പട്ടണത്തിൽ നിന്നാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഈ വചനത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ പറ്റും, നിങ്ങളുടെ വഴിയെ തുറക്കാൻ പറ്റും, നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പറ്റും. ഈ ദൈവശബ്ദത്തിന് നിന്റെ പടകിനെ നിറയ്ക്കാൻ കഴിയും. ഈ ദൈവശബ്ദത്തിന് നിന്റെ അവസ്ഥയെ മാറ്റിമറിക്കാൻ കഴിയും. ഒന്നുകൂടെ പറഞ്ഞാൽ, പച്ചവെള്ളത്തെ ദൈവശബ്ദത്തിന് വീഞ്ഞാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എത്ര തകർന്നാണോ നിൽക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പുത്തൻ ഉണർവിനെ ഈ വചനത്തിന് കൊണ്ടുവരാൻ കഴിയും. ഏലിയാവിനെ ആ ചുരച്ചെടിയിൽ നിന്ന് തട്ടി എഴുന്നേൽപ്പിച്ച ദൂതഗണങ്ങൾ ഇപ്പോൾ അവൻ്റെ ആജ്ഞപ്രകാരം അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ചലിക്കുന്നുവെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവർക്ക് വേണ്ടി അസാധാരണമായ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. അസാധാരണമായ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. ആ നിലയിൽ ഇന്നത്തെ ഈ വചനം ഞാനും നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, എബനേസർ എന്ന പദത്തിൻ്റെ ആഴം നമ്മൾ കേൾക്കാൻ പോകുന്നു. എബനേസർ എന്ന് പറയുന്ന പദം ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. എന്നെ കേൾക്കുന്നവരെ, ശമൂവേൽ പ്രവാചകനിലൂടെയാണ് ആ വീട് വെളിപ്പെട്ട് വരുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ശത്രു നിമിത്തം അല്ലെങ്കിൽ ഫെലിസ്തീൻ നിമിത്തം വേദനയിലും പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ അഭിഷക്തനെ അല്ലെങ്കിൽ പ്രവാചകനായ ശമൂവേലിനെ ദൈവം ഉപയോഗിക്കുകയാണ്. 1 ശമൂവേൽ 7-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ഈ വചനം ആഴമായി കേൾക്കുമ്പോൾ ഇതാ ശമൂവേൽ പ്രവാചകൻ മിസ്പയ്ക്കും ഷേനിനും മധ്യേ ഒരു കല്ല് നാട്ടിക്കൊണ്ട് അവിടെ എബനേസർ എന്ന പേര് മാറ്റി വിളിക്കുകയാണ്. എന്ന് വച്ചാൽ ഇതുവരെയും ഈ സ്ഥലത്ത് ഇസ്രായേൽ മക്കൾ ശത്രു നിമിത്തം വല്ലാതെ ഭാരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രവാചകൻ ആ പേര് മാറ്റി എബനേസർ, യഹോവ ഇത്രത്തോളം സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പേര് മാറ്റി വിളിച്ചുകൊണ്ട് പ്രവാചകൻ ചിലതിനെ ഉറപ്പിക്കുകയാണ്. നിങ്ങളുടെ ഭവനത്തിനകത്ത്
പുറമേ നോക്കിയാൽ എല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അകത്തളങ്ങളിൽ മുഴുവൻ വേദനയും പ്രശ്നങ്ങളും നിരാശകളുമാണെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ശത്രുവിൻ്റെ അവകാശമുണ്ട്. ഒന്നുകൂടെ ഒന്ന് പറയാം, നിങ്ങളുടെ തലമുറ എത്ര ശ്രമിച്ചിട്ടും ഉയർച്ച പ്രാപിക്കാൻ നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ വർഷങ്ങളായി ശത്രു നിങ്ങളുടെ തലമുറയെ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പേര് മാറ്റി വിളിച്ച് അടുത്ത വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 13-14 വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി, പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ശമൂവേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യന് വിരോധമായിരുന്നു. 14-ാമത്തെ വാക്യം, എക്രോൻ മുതൽ ഗത്ത് വരെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി. അവയുടെ അതിർനാടുകളും ഇസ്രായേൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഇസ്രായേലും അമോര്യനും തമ്മിൽ സമാധാനമായിരുന്നു. എന്നെ കേൾക്കുന്നവർ, ഈ 2 വാക്യങ്ങൾ വായിച്ചാൽ ഫെലിസ്ത്യർ അവിടെ ഒതുങ്ങുകയും പിന്നെ ഇസ്രായേലിലേക്ക് ഫെലിസ്ത്യൻ വന്നതായി കാണുന്നില്ല. ശമൂവേൽ പ്രവാചകൻ ജീവിക്കുന്നിടത്തോളം കാലം യഹോവയുടെ കൈ ഫെലിസ്ത്യന് വിരോധമായിട്ടാണ് നിന്നത്. അടുത്ത വാക്യം നോക്കിയാൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മുഴുവൻ അവർ തിരിച്ചു പിടിക്കുകയാണ്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാൻ കഴിയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും ശത്രു അവകാശം പറഞ്ഞ മേഖലയിൽ നിന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ എന്തുകൊണ്ട് പ്രവാചകൻ അവിടെ മിസ്പയ്ക്കും ഷേനും മധ്യേ പേര് മാറ്റി വിളിച്ചു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇന്ന് ഈ വചന സന്ദേശം വളരെ ശ്രദ്ധയോടെ കേൾക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനേക ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്നത്തെ ഈ വചന സന്ദേശത്തിനകത്തുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ആഴത്തിലേക്ക് വരണം. ഒന്നുകൊണ്ടൊന്ന് ആഴം മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേൽ മക്കളുടെ കണ്ണുനീരിൻ്റെ നടുവിൽ ഇതാ ദൈവം അവർക്ക് മറുപടി പറയുന്ന ഭാഗങ്ങൾ കാണാൻ കഴിയും. ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ 1 ശമൂവേൽ 7-ാം അധ്യായം അതിൻ്റെ 3 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യ ദൈവങ്ങളെയും അസോരോത്ത് പ്രതിഷ്ഠകളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. ഇതാ 3-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് യഹോവ ഇസ്രായേൽ മക്കളെ വിടുവിക്കേണ്ടതിന് വേണ്ടി 2 കാര്യങ്ങൾ വ്യക്തമായി ചെയ്യേണ്ടതിനായി ഇതാ പ്രവാചകൻ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത തരാത്ത, നമ്മെ എന്നും കഷ്ടത്തിലേക്കും വേദനയിലേക്കും കൊണ്ടുപോകുന്ന ശത്രുവിൽ നിന്ന് യഹോവ നമ്മെ രക്ഷിക്കുവാൻ തയ്യാറാകും. 1-ാമത്തെ ചിന്ത, നാം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയണം. 2, അന്യ ദൈവങ്ങളുടെ ബിംബങ്ങളെ നമ്മുടെ നടുവിൽ നിന്ന് നീക്കിക്കളയേണ്ടത് ആവശ്യമാണ്. ആ നിലയിൽ ഇതാ ഇസ്രായേൽ മക്കൾ ഒരുങ്ങുന്നതാണ് 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസോരോത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞു, യഹോവയെ മാത്രം സേവിച്ചു. 5-ാമത്തെ വാക്യം, അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. 6-ാമത്തെ വാക്യം, അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. നാം ഈ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ അവർ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നതും കാണാൻ കഴിയും. 1, അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു. 2, വിഗ്രഹങ്ങളെ അവർ അവരുടെ നടുവിൽ നിന്ന് നീക്കി. 3, അവർ ദൈവസന്നിധിയിൽ ഉപവസിച്ചു. 4, അവർ യഹോവയോട് നിലവിളിച്ചു പറഞ്ഞു, ഞങ്ങൾ യഹോവയ്ക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഈ 4 കാര്യങ്ങൾ ഇസ്രായേൽ മക്കൾ ദൈവസന്നിധിയിലേക്ക് വന്ന് ദൈവത്തോട് ഏറ്റുപറയുകയും ദൈവത്തിന് മുമ്പാകെ നിരപ്പാക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഭാഗങ്ങൾ കാണാൻ കഴിയും. അടുത്ത 7-ാമത്തെ വാക്യം നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. 7-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിന് നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. 8-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. ഈ 2 വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ആഴമാണ്. ഇസ്രായേൽ മക്കൾ ഇതാ മിസ്പയിൽ കൂടിയിരിക്കുന്നു എന്ന് ഫെലിസ്ത്യർ അറിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ അന്നുവരെയും നിങ്ങളുടെ മേളിൽ അവകാശം പറഞ്ഞ ശത്രുക്കൾ ചലിക്കാൻ തുടങ്ങും. എന്നാൽ പൂർണ്ണഹൃദയത്തോടെ പിന്മാറാതെ ഭയപ്പെടാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവിടെ തുടങ്ങി ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എതിർപ്പുകളെ ജയിക്കുന്ന, എതിർപ്പുകളെ മറികടക്കുന്ന ചിലവർ ഈ സമയത്ത് തന്നെ ശ്രദ്ധിക്കുന്നു. ജീവിതത്തിനകത്ത് ഇത്രയും നാളുകളായിട്ട് കണ്ണുനീരും പ്രശ്നങ്ങൾ മാത്രമായിരുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ
ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഒന്നുകൂടെ അടുത്തു വരാൻ, ഒന്നുകൂടെ ദൈവത്തെ മുറുകെ പിടിക്കാൻ തക്കവണ്ണം ഈ സമയത്ത് തീരുമാനമെടുക്കണം. അടുത്ത 9 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവ്വ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. 10 വാക്യം. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്ക് അടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതാ പ്രവാചകൻ, വെളിപ്പാടുള്ള മനുഷ്യൻ, ദൈവമായി ബന്ധമുള്ളവൻ അവിടെ ഒരു ആട്ടിൻകുട്ടിയെടുത്ത് യാഗം കഴിക്കുന്നത് കാണാൻ പറ്റും. പുതിയ നിയമ വിശ്വാസികളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രതിയോഗിയെ ജയിക്കുവാൻ, നിങ്ങളുടെ ശത്രുവിനെ ജയിക്കുവാൻ യേശുവിന്റെ രക്തം നമ്മെ ശത്രുവിന്റെ അവകാശത്തിൽ നിന്ന് വിടുവിക്കുന്നതാണ്. യോഹന്നാൻ തന്റെ ലേഖനത്തിനകത്ത് പറഞ്ഞു, കുഞ്ഞാടിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ യേശുവിന്റെ രക്തത്തിന് നമ്മെ മോചിപ്പിക്കുവാൻ കഴിയും. യേശുവിന്റെ രക്തത്തിന് നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയും. യേശുവിന്റെ രക്തത്തിന് ഇന്നലകളിൽ ഉള്ള അവകാശങ്ങളിൽ നിന്ന് നമ്മെ പൂർണ്ണമായി വിടുവിക്കാൻ കഴിയും. ഇതാ ഫെലിസ്ത്യൻ അവരുടെ മുമ്പിൽ തോൽക്കുവാൻ കാരണം ഇതാ ശമൂവേൽ ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയുടെ മുമ്പാകെ ഹോമയാഗം കഴിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതത്തെ കൊണ്ടുവരും. ഒന്ന് കണ്ണുകൾ അടച്ച് ഈ മിനിറ്റിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇന്ന് ചിലവർ ശത്രുവിനെ ജയിക്കാൻ തുടങ്ങിയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ചില വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ എൻ്റെ കൂടെ നിങ്ങൾ മുമ്പോട്ട് ചലിക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയത് ചിലത് ഈ മിനിറ്റ് മുതൽ പ്രതീക്ഷിക്കണം. അടുത്ത ഭാഗം ഇതാ ഇസ്രായേൽ മക്കളോട് ഫെലിസ്ത്യർ തോറ്റുപോവുകയാണ്. ആ തോറ്റുപോയ അനുഭവത്തിനകത്ത് നിന്നാണ് നാം കുറിവാക്യമായി വായിച്ച 12 വാക്യം ഞാനും നിങ്ങളും ശ്രദ്ധിക്കുന്നത്. 12 വാക്യം ഒന്നുകൂടെ വായിച്ചുകൊണ്ട് എൻ്റെ ചിന്തയ്ക്കകത്തോട്ട് വരികയാണ്. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് നിലനിൽക്കുന്ന ഒരു ജയത്തിലേക്ക്, ശത്രുവിൽ നിന്ന് ഒരു ജയം മാത്രമല്ല, ഇനി ശത്രു വരാത്ത രീതിയിൽ ഇതാ ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കുമായി ജയം ലഭിക്കേണ്ടതിന് വേണ്ടി വെളിപ്പാടുള്ള ദൈവവുമായി ബന്ധമുള്ള പ്രവാചകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷക്തൻ അവിടെ ആ സ്ഥലത്ത് മിസ്പയ്ക്കും ഷേനിനും നടുവിൽ അവൻ പേര് മാറ്റി വിളിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, മിസ്പ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് പഠിക്കാൻ പോവുകയാണ് ആഴമായിട്ട്. ഇന്നലകളിൽ സംഭവിച്ചത് നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലായി തീരാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം അതിൻ്റെ 22 വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുന്നു. എൻ്റെ കൂടെ വരണം. യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. ഉടനെ അവൻ തൻ്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു. ഗിലെയാദ് പർവ്വതത്തിൽ അവനോട് ഒപ്പം എത്തി. യാക്കോബിന്റെ അമ്മായിയപ്പനാണ് ലാബാൻ. ഇതാ ലാബാൻ അറിയാതെ യാക്കോബ് തൻ്റെ ഭാര്യമാരെയും തൻ്റെ മക്കളും തനിക്കുള്ളതുമായി അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ ഭവനത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ യാത്രയിൽ 3-ാം ദിവസം ഇതാ ലാബാന് തിരിച്ചറിവ് കിട്ടി, തന്നിൽ നിന്ന് യാക്കോബും കുടുംബവും ഓടിപ്പോയി എന്നുള്ളത്. എന്നാൽ യാക്കോബിനെ പിന്തുടരാൻ തക്കവണ്ണം ലാബാൻ തൻ്റെ സഹോദരങ്ങളെയും കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ആഴമാണ് നമ്മൾ തൊടാൻ പോകുന്നത്. അതിൻ്റെ 29 വാക്യം. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്, എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരുന്നു. ഇതാ ലാബാൻ യാക്കോബിനോട് പറയുകയാണ്, നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്, പക്ഷേ നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് സ്വപ്നത്തിൽ ഇടപെട്ടിട്ട് പറഞ്ഞു, നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യരുത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഇന്നും മുമ്പോട്ട് പോകുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കരുതലുള്ളത് കൊണ്ടാണ്, നമ്മുടെ ദൈവത്തിൻ്റെ കാവലുള്ളത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യാക്കോബിൻ്റെ അടുക്കലേക്ക് അടുത്തു വന്ന് ലാബാന് അവനെ നശിപ്പിക്കാനുള്ള ശക്തി അവൻ്റെ കയ്യിലുണ്ട്. എന്നാലും സർവശക്തനായ ദൈവം ലാബാനോട് ഇടപെട്ടിട്ട് പറഞ്ഞു, ഗുണമെങ്കിലും ദോഷമെങ്കിലും എൻ്റെ ദാസനോട് ചെയ്യരുത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്നും നാം ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്. അത് തിരിച്ചറിയാം. എന്നാൽ നമ്മുടെ ചിന്തയ്ക്കകത്തോട്ട് വരികയാണ് അടുത്ത വാക്യം. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെയാണ് ആഴം നിൽക്കുന്നത്. 30-ാമത്തെ വാക്യം. ആകട്ടെ, നിന്റെ പിതൃഭവനത്തിനായുള്ള അതിവാഞ്ചിയാൽ നീ പുറപ്പെട്ടു പോന്നു, എന്നാൽ എൻ്റെ ദേവന്മാരെ മോഷ്ടിച്ചത് എന്തിന്? ഈ വാക്യമാണ് ഏറ്റവും വലിയ ആഴം. ഇതാ യാക്കോബിനോട് ലാബാൻ ചോദിക്കുകയാണ്, നിന്റെ പിതൃഭവനത്തിലേക്ക് പോകാനുള്ള അതിവാഞ്ചയിലാണ് നീ പുറപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ
നീ എന്തിനാണ് എൻ്റെ ദേവന്മാരെ മോഷ്ടിച്ചത്? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ശത്രുക്കൾ നമ്മെ ഇന്നും പിന്തുടരണമെങ്കിൽ അവന് നമ്മിലെന്തോ ഒരവകാശമുണ്ട്. ആ അവകാശം ചില ദേവന്മാരുടേതായിരിക്കാം. നിങ്ങൾ തിരിച്ചറിയാമെങ്കിൽ യഹോവയിലേക്ക് ജനം പൂർണ്ണമായി തിരിയണമെന്നാണ് ബൈബിൾ മുഴുവനായി പഠിച്ചാൽ നാം കാണുന്നത്. ഇതാ യാക്കോബ് പുറപ്പെടുമ്പോൾ ലാബാന്റെ ദേവന്മാരെയും കൂടെ മോഷ്ടിച്ചുകൊണ്ട് വന്നു എന്നാണ് ലാബാൻ ഇപ്പോൾ പറയുന്നത്. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ യാക്കോബ് വലിയ നിലയിൽ ലാബാനോട് ദേഷ്യപ്പെടുന്നത് കാണാൻ പറ്റും. ഇത് തിരിച്ചറിഞ്ഞ യാക്കോബ് ലാബാനോട് ചില നിയമങ്ങൾ വെക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, യാക്കോബ് നിയമം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന്റെ 32-ാമത്തെ വാക്യം, ആരുടെയെങ്കിലും പക്കലെങ്കിലും നിന്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോട് ഇരിക്കരുത്. എന്റെ പക്കൽ നിന്റെ വക വല്ലതും ഉണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരന്മാർ കാണുക, നോക്കിയെടുക്കുക എന്ന് ഉത്തരം പറഞ്ഞു. റാഹേൽ അവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല. റാഹേൽ അവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന് വലിയ ആഴമുണ്ട്. യാക്കോബിന്റെ ഭാര്യയായ റാഹേൽ തന്റെ അപ്പന്റെ ദേവന്മാരെ മോഷ്ടിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത് യാക്കോബ് അറിഞ്ഞില്ല. യാക്കോബ് കോപത്താൽ ലാബാനോട് സത്യം ചെയ്യുകയാണ്, എൻ്റെ പക്കൽ ആരെങ്കിലും അതെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ജീവനോടെ ഇരിക്കരുത്. എന്നാൽ താൻ അറിയാതെ ഇത്രത്തോളം സംസാരിക്കുമ്പോൾ അടുത്ത താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, റാഹേൽ അത് ഒളിപ്പിച്ചു വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. താഴോട്ടുള്ള 2 വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ വായിക്കാം. 33-34 വാക്യങ്ങൾ. അങ്ങനെ ലാബാൻ യാക്കോബിന്റെ കൂടാരത്തിലും ലേയുടെ കൂടാരത്തിലും 2 ദാസിമാരുടെ കൂടാരത്തിലും ചെന്ന് നോക്കി, ഒന്നും കണ്ടില്ല താനും. അവൻ ലേയുടെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി റാഹേലിന്റെ കൂടാരത്തിൽ ചെന്നു. എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകക്കോപ്പിനകത്ത് ഇട്ട് അതിന്മേൽ ഇരിക്കുകയായിരുന്നു. ലാബാൻ കൂടാരത്തിനൊക്കെയും തിരിഞ്ഞു നോക്കിയിട്ട് കണ്ടില്ല താനും. 35-ാമത്തെ വാക്യം, അവൾ അപ്പനോട്, യജമാനൻ കോപിക്കരുതേ, നിന്റെ മുമ്പാകെ എഴുന്നേൽക്കുവാൻ എനിക്ക് കഴിവില്ല, സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ ശോധന കഴിച്ചു, ഗ്രഹവിഗ്രഹങ്ങളെ കണ്ടില്ല താനും. ഗ്രഹവിഗ്രഹങ്ങളെ കണ്ടില്ല താനും. താഴോട്ടുള്ള വാക്യങ്ങളിൽ യാക്കോബും ലാബാനും ചേർന്ന് നിയമം വയ്ക്കുന്നത് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നമുക്കെല്ലാം വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അതിൻ്റെ 44 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. ആകയാൽ വരുക, ഞാനും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക, അത് എനിക്കും നിനക്കും മധ്യേ സാക്ഷിയായിരിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. 45-ാമത്തെ വാക്യം, അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി, കല്ല് കൂട്ടുവിൻ എന്ന് യാക്കോബ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരമുണ്ടാക്കി കൂമ്പാരത്തിന് മേൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു. ഇത്രയും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. യാക്കോബും ലാബാനും ഒരു നിയമം വെക്കുകയാണ്, അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യുകയാണ്. ഉടമ്പടി ഒരു കല്ല് നാട്ടി ആ കല്ല് കൂമ്പാരമാക്കിയിട്ട് അതിൻ്റെ വെളിയിൽ വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. ആ ഭക്ഷണം കഴിച്ച ശേഷമുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. 48-ാമത്തെ വാക്യം, ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് ലാബാൻ പറഞ്ഞു. അതുകൊണ്ട് അതിന് ഗലേദ് എന്നും മിസ്പ കാവൽമാടം എന്നും പേരായി. അതിന് ഗലേദ് അല്ലെങ്കിൽ മിസ്പ അല്ലെങ്കിൽ കാവൽമാടം എന്നും പേരായി. എന്നെ കേൾക്കുന്നവരെ, മിസ്പായുടെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യാക്കോബും ലാബാനും ചേർന്ന് ഉടമ്പടി വെച്ച സ്ഥലം. ആ ഉടമ്പടിയിൽ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങൾ ആഴമായി ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ മനുഷ്യന് നമ്മിൽ നിന്നും പലതും മറയ്ക്കാൻ കഴിയും. നമ്മെ മറച്ച് പലതും പലവർക്കും ചെയ്യുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് ഇതൊന്നും മറവല്ല. പഴയ നിയമകാലത്തിൽ ഉടമ്പടിക്ക് വലിയ വിലയുണ്ട്. അവർ ഉടമ്പടി ചെയ്തു. അടുത്ത വാക്യം കൂടെ നാം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 49-ാമത്തെ വാക്യം, നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും നടുവേ കാവലായിരിക്കട്ടെ. ഈ വായിച്ച വാക്യപ്രകാരം ഇതാ യഹോവയെ അതിന്റെ മധ്യത്തിൽ സാക്ഷിയാക്കി നിർത്തുകയാണ്. മിസ്പ എന്ന് പറയുന്നത് തൻ്റെ ഭാര്യ റാഹേൽ വിഗ്രഹങ്ങളെ ഒളിപ്പിച്ചതും താൻ കളിപ്പിക്കപ്പെട്ടതുമായ സ്ഥലമാണ്. യാക്കോബ് തൻ്റെ ഭാര്യ അത് ഒളിപ്പിച്ചത് അറിയാതെ ഭാര്യയുടെ പിതാവിൻ്റെ മുമ്പിൽ ഉടമ്പടി പറയുകയാണ്. അത് സാക്ഷ്യകൂടാരമാണ്. ജീവിതത്തിനകത്ത് ഇതേപോലെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് പലതും മറച്ചതും നിങ്ങൾ കളിപ്പിക്കപ്പെട്ടതുമായ അനുഭവങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കളിപ്പിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കളിപ്പിച്ചിട്ടുണ്ടാകാം, ഈ നിലകളിലൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ പൂർണ്ണമായി യഹോവയിലേക്ക് തിരിഞ്ഞാൽ മിസ്പയുടെ അവകാശങ്ങൾ മാറും. ഇല്ലെങ്കിൽ ഫെലിസ്ത്യന്, ശത്രുവിന് നമ്മിലെന്നും ഒരു അവകാശം വെളിപ്പെടും. നമ്മുടെ സന്തോഷത്തെ നഷ്ടമാക്കും. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവങ്ങളിലേക്ക് വരും. മിസ്പ ഇതാ അന്നു മുതൽ ഇന്നുവരെയും ഇസ്രായേൽ മക്കളുടെ നന്മകളെ നഷ്ടമാക്കിക്കൊണ്ടിരുന്നു. ഫെലിസ്തീന് കയറി വരാൻ അവകാശമായിരുന്നു. എന്നാൽ ശമൂൽ പ്രവാചകൻ ആ മിസ്പയുടെ അവകാശത്തെ മാറ്റുന്ന രീതിയിൽ അവിടെ ഒരു കല്ല് നാട്ടി
ആ പേരിനെ മാറ്റി എബലേസർ എന്ന് പേര് വിട്ടു. ആ എബലേസറിൻ്റെ പേരിൻ്റെ അർത്ഥം യഹോവ നമ്മെ ഇത്രത്തോളം സഹായിച്ചു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിനകത്ത് മിസ്പ പോലെ നിൽക്കുന്ന ചില ശക്തികളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിനകത്ത് പുറമേ എല്ലാം ഓക്കെ ആണെങ്കിലും ഇന്നും ശത്രുവിന് കയറി വരാൻ പറ്റുന്ന അവകാശങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. എബലേസർ എന്ന ആ പദത്തിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാകണം. അന്നു മുതൽ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് ഫെലിസ്തീന് വരാൻ പറ്റാതായി. ഫെലിസ്തീന് വിരോധമായി യഹോവയുടെ കൈ ചലിക്കാൻ തുടങ്ങി. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് നഷ്ടമായത് മുഴുവൻ അവർക്ക് തിരിച്ചു കിട്ടിയതായി ആ വാക്യങ്ങൾ കാണുന്നു. നമ്മുടെ ജീവിതത്തിനകത്തും നഷ്ടമായി പോയതിനെ തിരിച്ചു പിടിക്കുവാൻ, നമ്മുടെ ജീവിതത്തിനകത്തും ഒരു എഴുന്നേൽപ്പ് സംഭവിക്കേണ്ടതിനായി ഈ മണിക്കൂറുകൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ജീവിതത്തിനകത്ത് ഹല്ലേലൂയ പറ്റിപ്പോയ അബദ്ധങ്ങൾ കാണാം. തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മുമ്പാകെ തിരിയുമെങ്കിൽ, വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദൈവത്തിലേക്ക് പൂർണ്ണമായി തിരിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നൊരു അത്ഭുതം കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ജീവിതത്തിനകത്ത് മിസ്പ പോലെ ജീവിതത്തിനകത്ത് മനുഷ്യൻ കാണാതെ, അല്ലെങ്കിൽ ഭർത്താവ് കാണാതെ, ഭാര്യ കാണാതെ ചിലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിനകത്ത് ഒരു അവകാശമാകാം. നിങ്ങൾ ഈ സമയത്ത് ദൈവത്തിൻ്റെ മുമ്പാകെ ഏൽപ്പിച്ചുകൊണ്ട്, കർത്താവെ, എൻ്റെ ജീവിതത്തിനകത്ത് എബനേസർ എന്ന പദത്തിൻ്റെ ആഴം വെളിപ്പെടണം. യഹോവ സഹായിക്കുന്ന ദൈവമാണ്, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. ആ നിലകളിലൊന്ന് കണ്ണുകൾ അടയ്ക്കാൻ പറ്റുന്ന ഒരു കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അറിവില്ലാത്ത സമയത്ത് മിസ്ബായെ പോലെ ചില അവകാശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് ആ എബനേസറിൻ്റെ പേരിൻ്റെ വലിപ്പം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾ പൂർണ്ണമായി യഹോവയിലേക്ക് തിരികെയാണ്. ഞങ്ങൾ വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നു. ഞങ്ങൾ പൂർണ്ണമായി മാനസാന്തരപ്പെട്ടുകൊണ്ട്, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നല്ലൊരു അനുഭവത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. സന്തോഷവും സമാധാനവും ഞങ്ങളുടെ അവകാശമാക്കണമേ. എന്നെ കാണുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിനകത്തും എബനേസർ എന്ന പേരിൻ്റെ വലിപ്പം വെളിപ്പെട്ട് വരട്ടെ. ശത്രുവിന് വരാൻ പറ്റാത്ത, ശത്രുവിന് വിരോധമായി ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന, എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടു പോയതിനെ മുഴുവൻ തിരിച്ചു തരുന്ന ദൈവപ്രവർത്തിക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. ദൈവപ്രവർത്തിക്കായി ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. പ്രിയരേ, ഈ വചനം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ വിളിക്കാൻ തയ്യാറാകണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ മണിക്കൂറുകളിൽ വലിയ ദൈവപ്രവർത്തികൾക്കായിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.